ഈ ഒരു സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ലവ് മെസ്സേജസ് എന്താണ്? അതുപോലെ തന്നെ സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നമുക്ക് മാസ്റ്റർ കാർഡ് കിട്ടിയിരിക്കുന്നത് 10 ഓഫ് സോർട്സ് ആണ്. അതായത് ഈ ഒരു സമയത്ത് ആ വ്യക്തി വളരെയധികം ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലാണ്. വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. മേ ബി നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ഒരുപാട് നിങ്ങളുമായിട്ടുള്ള റീകൺസിലേഷന് വേണ്ടിയിട്ട് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു ജസ്റ്റിസ് വേണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ദാറ്റ് മീൻസ് ആ വ്യക്തി നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഉപരി ആ വ്യക്തിയിൽ ഒരു റിയാലിറ്റി ഉണ്ട്. ആ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ആ വ്യക്തി ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. മേ ബി ആ വ്യക്തിയുടെ ഒരു ലൈഫിൽ ഒരു ചോയ്സ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ ഒരു ഓപ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ചോയ്സ് ആയിരിക്കാം. ആ വ്യക്തിയുടെ ലൈഫിൽ രണ്ട് കാര്യങ്ങളുണ്ട്, ബാലൻസ് ചെയ്യാൻ കഴിയാത്തതായിട്ട് രണ്ട് കാര്യങ്ങളുണ്ട്. പക്ഷെ രണ്ട് കാര്യങ്ങളും ആ വ്യക്തിയുടെ ലൈഫിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇതിൽ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് ആ വ്യക്തിക്ക് ഇപ്പോൾ ഡിസൈഡ് ചെയ്യാൻ കഴിയുന്നില്ലായിരിക്കണം. മേ ബി നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാവുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്. പക്ഷേ ഗ്രാജുവലി ആ ഒരു പോസിബിലിറ്റി കുറഞ്ഞു കുറഞ്ഞു വന്നതായിട്ടും ആ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചതായിട്ടും, മേ ബി ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. ആ വ്യക്തിക്ക് കരിയർ ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കരിയറിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് പെട്ടെന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തിക്ക് ബ്ലോക്ക് ആക്കി ആ വ്യക്തിയുടെ ലൈഫ് ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കണം. ഈ ഒരു സമയത്ത് ആ വ്യക്തി ആ ഒരു കാര്യമാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിക്ക് ഇപ്പോൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു ജസ്റ്റിസ് വേണം, ബാലൻസ് വേണം എന്നുള്ള ഒരു വളരെയധികം ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു മാനസിക അവസ്ഥയിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത്. ഓക്കെ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ലഭിക്കുന്ന ലവ് മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. Though we may be physically apart, spiritually we are always united. For love transcends space and time, nothing is missing. Yes. ഈ ഒരു സമയത്ത് കൂടുതൽ പേരും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കണം. ഈ ഒരു സമയത്ത് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഫിസിക്കലി നമ്മൾ ഒരുപാട് അകലത്തിലാണ് എങ്കിൽ പോലും സ്പിരിച്വലി നമ്മൾ ഒരുമിച്ച് കണക്റ്റഡ് ആയിട്ടുള്ളവരാണ്. സ്നേഹം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസിനെയും ഈ ഒരു സ്പേസിനെയും ഈ ഒരു അകലത്തിലുള്ള ഈ ഒരു സമയത്തെയൊക്കെ മറികടക്കാൻ കഴിവുള്ളതാണ് സ്നേഹം. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നത്തിങ് ഈസ് മിസ്സിങ്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു മെസ്സേജാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സ്പേസ് കൊടുക്കുക. ആ വ്യക്തി നിങ്ങളെ ഒരിക്കലും വിട്ടു പോകുന്നതായിരിക്കില്ല. ആ വ്യക്തിക്ക് നിങ്ങളോട് വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ട് എന്നാണ് ഈ ഒരു സമയത്ത് ഈ ഒരു മെസ്സേജിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണ് കമ്മിറ്റ്മെന്റ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് നോ കോണ്ടാക്റ്റിലായിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉള്ളതായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയം എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ടുള്ളൊരു പ്രണയമാണ്. ഓവർ ഫ്ലോയിങ് ലവ് ആണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്.
ഒരു ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ എന്ന് പറയുന്നത് മേ ബി നിങ്ങൾ കുറച്ച് പേരുടെ സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം. പക്ഷേ ആ വ്യക്തിയുടെ ലൈഫില് ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് വളരെ കുറഞ്ഞു പോയൊരു സാഹചര്യമുണ്ട്. അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ പലതവണ കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ടാവണം. ആ വ്യക്തിയുടെ ലൈഫില് മറ്റെന്ത് കാര്യങ്ങളെക്കാളും ഒരു ബ്രൈറ്റ്നെസ് അവരുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ഒരുപക്ഷെ ഒരു കാരണമായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ പലതവണ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഈ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ ഒരു തരത്തിലും ഒഴിവാക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. എത്ര തവണ നിങ്ങളിൽ നിന്ന് അകന്നു പോയാലും വീണ്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു. അത് എന്ന് പറയുന്നത് ഈ ഒരു സ്നേഹത്തിന്റെ എനർജി തന്നെയാണ് നിങ്ങളെ ആ വ്യക്തിയിലോട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങളിലേക്കോ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. വളരെ ആഴത്തിലുള്ളൊരു സ്നേഹബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത്. നിങ്ങൾ തമ്മിൽ അകൽച്ചയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സോളുകൾ തമ്മിൽ വളരെ ആഴത്തിലുള്ള ഒരു ബന്ധമുണ്ട്. മേ ബി ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കണം. പലതവണ നിങ്ങൾക്ക് ഇൻഡ്യൂഷണലി അത് ഫീൽ ചെയ്തിട്ടുണ്ടാവണം. മേ ബി ഈ പേഴ്സണെ കണ്ടുമുട്ടിയ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് എന്തോ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നിരിക്കണം. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ആ വ്യക്തി മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ലൈഫിൽ എന്ത് തന്നെ പോസിറ്റിവിറ്റീസ് ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളോടുള്ള സ്നേഹം മാറ്റിവെക്കാൻ കഴിയില്ല. എത്ര തന്നെ ബാഡ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായാൽ പോലും ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങളെ വിട്ട് പിരിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആ വ്യക്തിയെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യിപ്പിക്കുകയാണ്. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, soulmate. Your soulmate is already with you in spirit. Believe this and they will manifest physically. കൂടുതൽ പേർക്കും ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ്. അതായത് പല സിറ്റുവേഷൻസിലും ഇപ്പോൾ നിങ്ങളെ നോ കോണ്ടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഒരു പ്രസൻസ് എപ്പോഴും നിങ്ങളുടെ അരികിൽ ഉള്ളതായിട്ട് നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടായിരിക്കണം. അതായത് ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനൊരു ഫീലും പലർക്കും തോന്നിയിട്ടുണ്ടാവണം. ഇപ്പോൾ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയിട്ട് ഇപ്പോൾ നിങ്ങളിലുണ്ട്. നോ കോണ്ടാക്റ്റിലായിട്ടുള്ളവർക്കും അത്തരം ഒരു കണക്ഷൻ ഉണ്ട്. പക്ഷെ എത്രയും വേഗം നിങ്ങളൊരു ഫിസിക്കലി ഉള്ളൊരു കണക്ഷൻ ഉണ്ടാവും. നിങ്ങളിപ്പോ ആ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു കാര്യം എത്രയും വേഗം നിങ്ങളിൽ ഒരു പോസിബിലിറ്റി ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ.